أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖികളായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യ മനസ്സുകളുടെ ധന്യത ആത്മവിശുദ്ധിയിലൂടെയാണ് നേടാൻ സാധിക്കുക. ഈ വിഷയമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയത്. മനുഷ്യ മനസ്സ് ആന്തരികമായ വികാരങ്ങളും ആഗ്രഹങ്ങളുമാണ്. ഓരോ മനുഷ്യൻ്റെയും മനസ്സ് തേടിക്കൊണ്ടിരിക്കുന്നത് അവനവൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. മനസ്സിന് 3 തലങ്ങളുണ്ട്. അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതിലൊന്ന് അൻ-നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ, തിന്മയിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു മനസ്സ്. തിന്മ ചെയ്യണം, അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടണം, സകല തിന്മകളെയും ആഗ്രഹിക്കുകയും അതിലേക്ക് മനസ്സിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഘടകമാണ് അതിലൊന്നാമത്തെ തലം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം 53-ാമത്തെ സൂക്തം, വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, എൻ്റെ നഫ്സ്, എൻ്റെ മനസ്സ് നിരപരാധിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ന നഫ്സ, തീർച്ചയായും മനസ്സ്, അതിൽ അമ്മാറത്തും ബിസ്സൂ, സൂആയ, ചീത്തയായ, വൃത്തികെട്ട, തിന്മയായ കാര്യങ്ങളിലേക്ക് മനസ്സ് പ്രേരിപ്പിക്കപ്പെടുന്നു എന്നതാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് ചിലതൊക്കെ ഒഴിവായേക്കാം. എന്നാൽ മനസ്സിങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. തിന്മയിലേക്കുള്ള മനുഷ്യന്റെ പ്രേരണ, മനുഷ്യന് അവൻ്റെ കൽബിൽ, അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. അത് മനുഷ്യന്റെ ഏറ്റവും താഴെ പടിയിലുള്ള ഏറ്റവും അധമമായ ഒരു തലമാണ്. എന്നാൽ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് അൻ-നഫ്സുൽ ലവ്വാമയാണ്. അൻ-നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ കുറ്റബോധമുള്ള മനസ്സ്. കുറ്റബോധമുള്ള മനസ്സ് അത് ഏതൊരു മനുഷ്യനുണ്ടാകണം. അവർക്കേ രക്ഷപ്പെടാൻ കഴിയും.
ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയായില്ല എന്ന് തോന്നുന്ന ഒരു മനസ്സ്, ഞാനങ്ങനെ പറയരുതായിരുന്നു എന്ന് സ്വയം തന്റെ മനസ്സ് തന്നെ തന്നോട് സംസാരിക്കുകയാണ്. ഇത്തരം മനസ്സുകൾ ചെയ്ത തെറ്റിനെക്കുറിച്ചോർത്ത്, തിന്മയെക്കുറിച്ചോർത്ത് തന്റെ റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങും. വഴിതെറ്റുമ്പോൾ സ്വയം മനസ്സാക്ഷി കുറ്റപ്പെടുത്തുകയും ആ കുറ്റബോധത്തിൽ നിന്ന് ശരി മനസ്സിലാക്കി തന്റെ റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങുന്ന മനസ്സ്, അതാണ് അൻ-നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായത്തിൽ 2-ാമത്തെ ആയത്ത് അക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്തു ഖിയാമ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. രണ്ട് കാര്യത്തെക്കുറിച്ച് അല്ലാഹു സത്യം ചെയ്ത് പറയാ. ഒന്ന് യൗമുൽ ഖിയാമത്തിനെ കുറിച്ച്, അതാണ് 1-ാമത്തെ ആയത്ത്. രണ്ടാമതായി പറയുന്നത് വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന, സ്വയം ആക്ഷേപിക്കുന്ന മനസ്സിനെ ഞാനിതാ സത്യം ചെയ്തു പറയുന്നു എന്ന് അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഈ ലവ്വാമത്തായ, കുറ്റപ്പെടുത്തുന്ന, സ്വയം കുറ്റപ്പെടുത്തുന്ന മനസ്സ്, അത്തരം മനസ്സുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ രക്ഷാമാർഗമുണ്ടാകും എന്നതാണ്. അവർക്ക് ആ ബോധം, ആ ചിന്ത വരുമ്പോ ചെയ്ത തെറ്റിനെ കുറിച്ചോർത്ത് ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടുത്ത് ഇത് ചെയ്ത തെറ്റിനേക്കാളും ഏറ്റവും നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് തെറ്റിനെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സാക്ഷി, ആ മനസ്സാക്ഷി ഉണ്ടാവുക എന്നതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. മനസ്സിന്റെ 3-ാമത്തെ ഒരു തലം എന്ന് പറയുന്നത് അൻ-നഫ്സുൽ മുത്മഇന്നയാണ്, ശാന്തമായ മനസ്സ്. ഇതാണ് 3-ാമത്തെ തലം. ഇത് മനസ്സിന്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയാണ്. പരിശുദ്ധ ഖുർആനിലെ 89-ാം അധ്യായം സൂറത്ത് ഫജ്റിലെ 27-ാമത്തെ ആയത്ത് അക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ ശാന്തമായ മനസ്സ്, അൻ-നഫ്സുൽ മുത്മഇന്ന, ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നേടിയെടുക്കുന്നതിലെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സുൽ മുത്മഇന്നയായിട്ടുള്ള ശാന്തമായ മനസ്സിന്റെ ഉടമയോട് പറയുകയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തമായ മനസ്സിന്റെ ഉടമയോട്. അങ്ങനെ പേര് വിളിച്ചുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, ശാന്തമായ മനസ്സേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, തൃപ്തിയുള്ളവനായി, തൃപ്തി അടഞ്ഞവനായി, കൃത്യമായി തൃപ്തി കിട്ടിയവനായി, മനസ്സമാധാനത്തോടുകൂടി നീ നിന്റെ റബ്ബിങ്കലേക്ക് ഇതാ പോയിക്കോ, നീ നിന്റെ റബ്ബിങ്കലേക്ക് മടങ്ങിക്കോ. ഫദ്ഖുലി ഫീ ജന്നതി വദ്ഖുലി ഫീ ഇബാദി, നീ എന്റെ അടിമയിൽ ചേർന്നോ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗ്ഗത്തിലേക്ക് നീ കേറിക്കോ എന്ന് അല്ലാഹു പറയുന്നത് ഈ ശാന്തമായ മനസ്സിനോടാണ്, നഫ്സുൽ മുത്മഇന്നയോടാണ്. അപ്പൊ ഈ 3 തലങ്ങളെ കുറിച്ച് വിശ്വാസിയുടെ
ആത്മശുദ്ധീകരണ യാത്ര എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട 3 തലങ്ങളിലൂടെയാണ്. ഒന്ന്, തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സിൽ നിന്ന് തുടങ്ങുകയാണ്. അൻ-നഫ്സുൽ അമ്മാറത്തും ബിസൂ എന്ന് പറയുന്ന തിന്മയിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലം. ആ ഒരു മനസ്സിൽ നിന്ന് തുടങ്ങി കുറ്റബോധത്തിലൂടെ നഫ്സ് ലവ്വാമത്തിലൂടെ കടന്ന് ഒടുവിൽ അല്ലാഹുവിൽ ശാന്തി കണ്ടെത്തുന്നു. ആ നഫ്സുൽ മുത്മഇന്നയിൽ എത്തിച്ചേരുന്നു എന്നതാണ്. ഈ 3 തലങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള മനുഷ്യന്റെ ആ മനസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ ഈ പറയപ്പെട്ട 3 തലങ്ങളിൽ ഏത് തലങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്? നമ്മുടെ കൽബ് അല്ലാഹുവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും ലവ്വാമത്തിലൂടെ കയറി ശാന്തമായ മനസ്സിന്റെ ഉടമയായി നമുക്ക് അവിടെ പര്യവസാനം കിട്ടും എന്നതാണ്. അങ്ങനെ മരിച്ചു പോകണം നമ്മൾക്ക്. ഈ ദുനിയാവിൽ നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയുണ്ട്. ആ അവധി എത്തുമ്പോ അല്പം പോലും അവിടെ പിന്തിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോ ഈ ജീവിക്കുന്ന കാലയളവിൽ ഒരുപാട് പ്രതിസന്ധികളെ ഈ പ്രായത്തിനിടയിൽ നമ്മൾ തരണം ചെയ്യുന്നുണ്ടാകാം. ശാന്തമായ അവസ്ഥയിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോ ഇടയ്ക്ക് ഈ കാലുഷ്യമായ പല പ്രശ്നങ്ങളിലും നമ്മൾ വന്നു ചേരാറുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവങ്ങളിൽ നിന്ന് മാറി തിന്മകളിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥകൾ രൂപപ്പെടുവാറുണ്ട്. തിന്മകളിൽ മാത്രം ജീവിച്ച ആളുകൾ ബോധോദയമുണ്ടായതിനു ശേഷം നല്ല മനസ്സിന്റെ ഉടമയായി പരിവർത്തിക്കപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പം ആത്മശുദ്ധീകരണം വരുത്തി മനസ്സിനെ കൃത്യമായി ശുദ്ധീകരിച്ചെടുത്ത് അല്ലാഹുവിലേക്ക് ഏറ്റവും ശുദ്ധമായ ഹൃദയത്തിന്റെ തെളിഞ്ഞ ഹൃദയത്തിന്റെ ഉടമയായി തിരിച്ചു പോകണം എന്ന ദൃഢനിശ്ചയമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതിന് ഖുർആൻ ഇട്ട പേര് ഖൽബുൻ സലീം എന്നാണ്. ഖൽബുൻ സലീം ഇത് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? നമുക്ക് സാധിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ ഈ ഖൽബുൻ സലീം ആയിക്കൊണ്ടേ നമ്മൾ ഈ ദുനിയാവിനോട് വിട പറയാവൂ എന്ന നിശ്ചയദാർഢ്യമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. ഖുർആൻ 26-ാം അധ്യായം 89-ാമത്തെ സൂക്തം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയം, നിഷ്കളങ്കമായ നിഷ്കപടമായ ഹൃദയത്തോടുകൂടി യാതൊരു വിദ്വേഷവുമില്ല, ആരോടും ഒരു വെറുപ്പുമില്ല, ഒരു പ്രയാസവുമില്ലാതെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ തെളിഞ്ഞ ഹൃദയത്തോടുകൂടി അല്ലാഹുവിലേക്കുള്ള ഒരു യാത്ര. ആ ഒരു യാത്രയെ കുറിച്ചാണ് ഒരു വിശ്വാസി ഏത് സമയത്തും ഓർക്കേണ്ടത്. വിശ്വാസികളെ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിന്റെ യജമാനനാകാൻ നമ്മൾ തയ്യാറുണ്ടോ? മനസ്സിന്റെ യജമാനനായി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. മനസ്സിന്റെ അടിമയാണ് നമ്മളെങ്കിൽ ഒരിക്കലും നമ്മൾ ഇരുലോകത്തും പരാജയപ്പെട്ടവരായി നമ്മൾ പരിണമിക്കും എന്നതാണ് വസ്തുത. നമ്മൾ മനസ്സിന്റെ യജമാനനാകണം. ഒരിക്കലും നമ്മൾ അടിമയാകാൻ പാടില്ല. അല്ലാഹു പറയുന്നു, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ, ഏതൊരുത്തനാണ് ഹവയെ പിൻപറ്റുന്നത്, തന്നിഷ്ടങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവനാരോ, അത്തരത്തിലുള്ള തന്നിഷ്ടങ്ങളെ ഇലാഹാക്കിയവനെ നീ കണ്ടുവോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. നമ്മുടെ ഇഷ്ടമാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ തീരുമാനങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം, നമ്മുടെ ഹവക്കനുസരിച്ച്, നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത്
അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന ഒരു വെല്ലുവിളിയാണ്. ഇതാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ നമുക്കൊക്കെ മോഹങ്ങളുണ്ട്, നമുക്കൊക്കെ വികാരങ്ങളുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്നവൻ തീർച്ചയായും അവൻ മോഹത്തിന്റെയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വികാരങ്ങളുടെയും അടിമയായിട്ട് അവൻ ജീവിച്ചങ്ങനെ മരിച്ചു പോകുമെന്നതാ. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിന്റെ യജമാനനായി മാറണം. നമ്മുടെ മനസ്സിന്റെ യജമാനനായി മാറിയാൽ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മളാകണം. നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണം? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. മനസ്സിന്റെ അടിമയായാലുണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ച് നമ്മൾ അറിയണം. മനസ്സിന്റെ അടിമയായി നമ്മൾ ജീവിച്ചാലുണ്ടാകുന്ന പ്രശ്നം, കോപത്തിന്റെ അടിമയായി നമ്മൾ മാറും. അങ്ങനെയുള്ള ഒരു ദുസ്വഭാവത്തിന്റെ ഒരടിമ നമ്മളായി മാറിയാൽ മനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മൾ വെറും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും കോപത്തിന്റെയും അടിമയായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ എവിടെയും നമ്മൾക്ക് രക്ഷ കിട്ടൂല. അതുമാത്രമല്ല, നമ്മൾ വൈകാരികതയോടെ നമ്മൾ പല വിഷയങ്ങളിലും ഇടപെടും. അതുമല്ല, കാമത്തിന്റെ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഏതു വൃത്തികെട്ട മാർഗവും സ്വീകരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടതോ ജീവിതത്തിന്റെ കൃത്യമായ മാർഗം ഏതാണ് എന്ന് പഠിപ്പിച്ചതിന്റെ നേരെ വിപരീതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിയമങ്ങളെ നമ്മൾ ലംഘിക്കും. മനസ്സിനെ അടിമയാക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. തീർന്നില്ല, നമ്മൾ പണത്തിന്റെ അടിമയായി മാറും. നമ്മൾ പണത്തിന്റെ പലിശയുടെ അനാവശ്യത്തിന്റെ വൃത്തികേടിന്റെ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കും. തീർന്നില്ല, നമ്മൾ അഹങ്കാരിയായി മാറും. ബത്റുൽ ഹഖ്, സത്യത്തെ നിഷേധിക്കുന്ന യഥാർത്ഥമായ മാർഗങ്ങളെയൊക്കെ എതിർക്കുന്ന, സത്യത്തിൽ നിന്ന് പിറകോട്ട് പോയി അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റം ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരും. എന്താണ് കിബ്ർ? ആ കിബ്ർ എന്നതിന്റെ നിർവചനം ബത്റുൽ ഹഖ് വ ഗംതുൻ നാസ്, സത്യത്തെ നിഷേധിക്കലാണ്, ജനങ്ങളെ ചെറുതായി കാണലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഈ തരത്തിലുള്ള ദുസ്വഭാവത്തിന്റെ അടിമയായി മാറും. നമ്മൾ അറിയണം, നമ്മൾക്ക് ദുനിയാവ് മാത്രമായി അവശേഷിക്കും. ദുനിയാവ് അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകും. ഇതാണ് മനസ്സിനെ നമ്മൾ അടിമയാക്കിയാൽ ഉണ്ടാകുന്ന അവസ്ഥ. ഒരിക്കലും ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങാൻ പാടില്ല. അതേപോലെ തന്നെ ദുനിയ എന്ന് പറയുന്നത് എല്ലാ തെറ്റുകളുടെയും എല്ലാ വേണ്ടാത്തരങ്ങളുടെയും എല്ലാ പാപങ്ങളുടെയും തലയാണ്, റജസാണ്. യഥാർത്ഥത്തിൽ ഹുബ്ബുദ്ദുനിയ എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ അമിതമായി നമ്മൾ പ്രേമിക്കുക, ദുനിയാവിനോട് വലിയ പിരിശം. ഇത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ല. ദുനിയാവ് തൽക്കാലം നമ്മൾക്ക് നൽകിയ ഒരു ഇടമാണ് എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അദ്ദുനിയ മസ്റഅത്തുൻ ലിൽ ആഖിറ, ദുനിയാവ് ഒരു കൃഷിയിടമായിട്ട് ഉപയോഗിക്കാനാണ് പടച്ചവൻ സത്യവിശ്വാസികളോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു കൃഷിയിടമാണ്, എവിടേക്കുള്ള? ആഖിറത്തിലേക്കുള്ള. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കിയെടുക്കണം. മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ നമ്മൾ നീക്കം ചെയ്യണം. നമ്മൾ ധാരാളം മാലിന്യങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന അനന്തര ഫലം എന്താണ്? നമ്മുടെ മനസ്സ് കഠിനമാകും, കാട്ടുപിടുത്തമുള്ള മനസ്സായി മാറും. ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് അവന് രൂപപ്പെടൂല. കാരണം അവൻ മനസ്സിന്റെ അടിമയാ. അങ്ങനെ ജീവിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം അതാ. ഏത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ആര് സത്യം പറഞ്ഞാലും അവനാണല്ലോ പറഞ്ഞത് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ തയ്യാറാകൂല. അതാണ് കഠിന ഹൃദയം എന്ന് പറയുന്നത്. ഇതൊരു വിശ്വാസിക്ക് പറ്റിയതല്ല. കഠിന ഹൃദയം പാടില്ല. ലോലമായ ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം.
അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തെ ജീവിതം വന്ധ്യവും ഊശരവുമായ മരുഭൂമിയുടെ മക്കളെ ഒരു സംസ്കാരത്തെയും വെല്ലുന്ന ഒരു പുതുപുത്തൻ സംസ്കാരത്തിന്റെ വാഹകരാക്കി മാറ്റിയെടുത്ത 23 കൊല്ലത്തെ പ്രവാചകന്റെ ജീവിതം അത് തുറന്ന പുസ്തകമായിരുന്നു. പ്രവാചകന്റെ ജീവിതം അങ്ങനെയായിരുന്നു. അത് പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകനെ അഭിനന്ദിച്ചുകൊണ്ട് ഖുർആനിലെ വചനം ഇറങ്ങി, വബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് മാത്രമാണ് നിനക്ക് നിന്റെ ആളുകളോട് ഏറ്റവും ലോലമായി സൗമ്യമായി പെരുമാറാൻ സാധിച്ചത്. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബ്, ഈ പറഞ്ഞ രൂപത്തിൽ നീ എങ്ങാനും കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക്, എല്ലാവരും നിന്റെ ചുറ്റും നിന്നും വേറിട്ടു പോകുമായിരുന്നു. ഇതാണ് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഭാവം, പ്രവാചകന്റെ സ്വഭാവം, അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആരോടും വെറുപ്പില്ലാതെ, ആരോടും ശത്രുവാണെങ്കിൽ പോലും അവനെ മിത്രമായി കൊണ്ടുവരാൻ ഒരു വിശ്വാസിക്ക് മാത്രമേ സാധിക്കൂ. അപ്പം ഈ മാതിരി സ്വഭാവം ഉണ്ടായാൽ നമ്മുടെ ഹൃദയം കറുത്ത് കരിമ്പാറയായി പോകും. പോരാ, നമ്മുടെ ഇബാദത്തുകൾക്ക് മധുരമുണ്ടാവില്ല എന്ന് നമ്മൾ അറിയണം. നമസ്കരിക്കുന്നു, അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു, എന്ത് ഫലം? ഒരു കാര്യമില്ല. അതിനൊന്നും ഒരു മധുരം നുകരാൻ, ഒരു മാധുര്യം അനുഭവിക്കാൻ ഇത്തരത്തിലുള്ള സ്വഭാവക്കാർക്ക് കഴിയില്ല. തീർന്നില്ല. ഈ സ്വഭാവം നേരെയായില്ലെങ്കിൽ ഉണ്ടാവുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബത്തിൽ കലഹം, കുടുംബത്തിൽ പ്രശ്നം, കാലുഷ്യത. ഒരു മഹത്വപൂർണമായ, ഒരു പവിത്രമായ കുടുംബത്തെ സംവിധാനിക്കാൻ അത്തരത്തിലുള്ള ഹൃദയങ്ങൾക്ക് സാധ്യമല്ല. വിശാല ഹൃദയമുള്ളവർക്ക് മാത്രമേ പവിത്രമായ ഒരു കുടുംബത്തെ സംവിധാനിക്കാൻ കഴിയൂ എന്ന് നമ്മൾ അറിയണം. കണ്ടമാനം വെറുപ്പ് സമ്പാദിച്ച് അങ്ങനെ ജീവിച്ച് മരിച്ചു പോകുക എന്നത് മാത്രമാണ് പിന്നീട് അവശേഷിക്കുന്നത്. അതുകൊണ്ട് പരലോകത്ത് കിട്ടാൻ പോകുന്നതോ ദയനീയമായ നരകശിക്ഷയുമാണ് അത്തരം സ്വഭാവക്കാർക്ക്. അതുകൊണ്ട് നമ്മൾ പരലോകത്തേക്ക് ചിന്തിക്കുകയും അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമെന്ന കൃത്യമായ ബോധ്യമുണ്ടാവുകയും ദുനിയാവിൽ ജീവിക്കുന്ന നിശ്ചയിക്കപ്പെട്ട കാലം ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ, വിശാല ഹൃദയത്തിന്റെ ഉടമയായി, എല്ലാവർക്കും സന്തോഷം നൽകുന്ന, എല്ലാവർക്കും സ്നേഹം വിതറാൻ കഴിയുന്ന തരത്തിലുള്ള ഹൃദയത്തിന്റെ ഉടമകളായി തെളിഞ്ഞ സലീം, തെളിഞ്ഞ ഹൃദയത്തോടുകൂടി അള്ളാഹുവിലേക്ക് ചേരാൻ, അവിടേക്ക് എത്താനുള്ള പ്രയത്നമാണ് ഏതൊരു വിശ്വാസിയും ചെയ്യേണ്ടത്. അങ്ങനെ പ്രയത്നിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഖാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി മുഅ്മിനുകളായി, മുത്തഖികളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. ഈ മാസം, വരാൻ പോകുന്ന മാസം ഒക്ടോബർ 1-ാം തീയതി ലോക വയോജന ദിനമായിട്ട് ആചരിക്കാറുണ്ട്. ഒരു ഓർമ്മപ്പെടുത്തലാണ്. വയോജനങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത, പ്രായം ചെന്ന ഉപ്പമാർ, നാട്ടിലുള്ളവർ, അവരെക്കുറിച്ചൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ, വയോജനങ്ങളായിട്ടുള്ള ആളുകളോടുള്ള കടമകളുണ്ട്, കടപ്പാടുകളുണ്ട് എന്ന ബോധ്യപ്പെടുത്തൽ അതേറ്റവും നല്ലതാണ് എന്ന് തോന്നുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് ഒരു വൈകാരികമായ പിന്തുണ. പ്രായം ചെന്ന വീട്ടിലുള്ള ആളുകൾക്ക് ഉമ്മയോട്, ഉപ്പയോട്
നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് വൈകാരികമായ ഒരു പിന്തുണ കൊടുക്കാൻ കഴിയണം. അത് മക്കൾക്ക് അതിന് സാധിക്കണം. സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നത് മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല. പരസ്പര സഹകരണത്തോടെ സ്നേഹത്തോടെ ജീവിക്കേണ്ടവരാണ് വിശിഷ്യ വിശ്വാസികൾ. അങ്ങനെ വരുമ്പോൾ പരിഗണനകൾ നൽകേണ്ടത് കൊടുക്കേണ്ടത് ഒക്കെ കൊടുത്ത് അങ്ങനെ അവരെ പരിചരിക്കണം എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ശാരീരികമായ പരിചരണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രായം കൂടുന്തോറും ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സ് സഞ്ചരിക്കും, ശരീരം ഒരുപക്ഷെ സഞ്ചരിക്കില്ല. ഈ ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഇവിടെ പ്രായമായവരും പ്രായമാകാത്തവരും ഒക്കെ ഉണ്ട്. പ്രായമാകാത്തവർ ഇത് കൂടുതൽ മനസ്സിലാക്കണം. പ്രായമുള്ളവരോട് ചോദിച്ചെങ്കിൽ മനസ്സിലാക്കണം ഇത് ഈ വിഷയം ശരിയാണോ തെറ്റാണോ. മനസ്സ് എവിടേക്കും എത്തും. മനസ്സിനൊരിക്കലും പ്രായമാകുന്നില്ല. പക്ഷെ ശരീരം അതിനനുസരിച്ച് മുന്നോട്ട് സഞ്ചരിക്കില്ല. അതുകൊണ്ട് ശാരീരികമായ പരിചരണം ഈ ഒരവസ്ഥയിൽ അനിവാര്യമാണ്. അത് ചെയ്യണം. പിന്നെ നമ്മൾ ഈ സാമൂഹ്യ ജീവി എന്നുണ്ടെങ്കിൽ സാമൂഹികമായ ബഹുമാനവും ആദരവും ഇത് നമ്മൾ വകവെച്ച് കൊടുക്കണം. അവരെ ചേർത്ത് പിടിക്കണം. വയസ്സായ സ്വന്തം പിതാവിനെ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ പുതിയ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കണം. നമ്മൾ ചേർത്ത് പിടിക്കേണ്ടിടത്തോളം ചേർത്ത് പിടിക്കാൻ, ഒരുമിച്ച് നിർത്താൻ കഴിയുന്നിടത്തോളം ഒരുമിച്ച് നിർത്തി അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത മക്കൾക്കുണ്ട് എന്ന കൃത്യമായ ബോധ്യം നമ്മൾക്കുണ്ടാകണം. ഒരു വാപ്പയ്ക്ക് ഒരു ഉമ്മയ്ക്ക് അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതൊക്കെ ചെയ്തു കൊടുക്കാൻ ഏതൊരു മകളും തയ്യാറാവേണ്ടതുണ്ട്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, വലിയവരെ ബഹുമാനിക്കാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം അല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിന്റെ ഗൗരവമാണ് ഞാനും നിങ്ങളും അറിയേണ്ടത്. ഞാൻ എൻ്റെ ഉപ്പ, പ്രായം ചെന്ന ഉപ്പയോട് ഞാൻ ഏത് നിലക്കാണ് ഞാൻ ഇടപെടുന്നത്? അവർക്ക് കൊടുക്കേണ്ടത്, അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ടോ? ഒരു കാര്യം നമ്മൾ അറിയണം. മുതിർന്നവർ എന്ന് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അത് അനുഗ്രഹമാണ്. അത് ഏറ്റവും നല്ല ബർക്കത്താണ്. മുതിർന്ന ആളുകൾ, അത് മുതിർന്ന ഉപ്പയായാലും ഉമ്മയായാലും നമ്മുടെ ബന്ധപ്പെട്ട കൂട്ടുകുടുംബത്തിലാണെങ്കിലും ശരി, അത് ഏറ്റവും വലിയ ഒരു ബർക്കത്താണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ ബർക്കത്തു മഅ അകാബിരിക്കും. ബർക്കത്ത് എന്ന് പറയുന്നത് നിങ്ങളിലെ മുതിർന്ന ആളുകൾ, പ്രായം ചെന്ന വയോജനങ്ങളായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളാണെങ്കിൽ അവരിലാണ് ബർക്കത്ത് എന്ന് പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. ഒന്നാമതായി ഒരു മനുഷ്യന്റെ ബാധ്യത എന്ന് പറയുന്നത് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക എന്നതാണ്. അല്ലാഹ്ക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇച്ഛകൾക്ക് പിൻപറ്റി ചെയ്യേണ്ട ഒരു സംഗതിയല്ല ഇത്. തന്റെ ഇഷ്ടത്തിനനുസരിച്ചും ചെയ്യേണ്ട ഒരു സംഗതിയല്ല. അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് അള്ളാഹുവിന് മാത്രം. രണ്ടാമതായി അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് അവിടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നതാണ്. വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ഒന്നുകിൽ ഒരാൾക്ക് പ്രായമായി, ഉമ്മാക്ക് പ്രായമായി, അല്ലെങ്കിൽ ബാപ്പാക്ക് പ്രായമായി, അതല്ല രണ്ടുപേരും ഒരുപോലെ വാർദ്ധക്യ സഹജമായ
അവസ്ഥയിലാണ് എന്നിരിക്കട്ടെ. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവർക്ക് വെറുപ്പുണ്ടാകുന്ന, അവരെ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനവും ഒരു ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ നമ്മൾ കാണിക്കുന്ന ഗോഷ്ഠികളുണ്ടല്ലോ, അതുപോലും നിങ്ങളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും നല്ല സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങളെ ഇത്തരത്തിൽ പ്രായമങ്ങെത്തിയിട്ടുള്ള മാതാപിതാക്കളോടാണെങ്കിലും പറയാൻ പാടുള്ളൂ എന്നതാണ് ഖുർആൻ. തീർന്നില്ല, നമ്മൾക്കൊരു ബാധ്യത കൂടിയുണ്ട്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി വർഹ, കാരുണ്യത്തിന്റെ എളിമയുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, പ്രാർത്ഥിക്കണം നമ്മൾ പ്രായമേറെയായ മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബേ ഇർഹംഹുമാ, അവർക്ക് രണ്ടുപേർക്കും കാരുണ്യം നൽകണേ റബ്ബേ, കരുണ ചെയ്യണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മൾ മക്കളായ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. ഇങ്ങനെ സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച്, ആദരവ് നൽകേണ്ടവരെ ആദരവ് നൽകി നമ്മൾ ജീവിക്കണം. എങ്കിലേ സന്തോഷകരമായ ഒരു കുടുംബവും പവിത്രമായ മഹനീയമായ ഒരു കുടുംബ സംവിധാനവും ഒക്കെ രൂപപ്പെട്ടു വരൂ. ഇങ്ങനെ കൊടുക്കേണ്ടത് കൊടുത്ത്, വാങ്ങേണ്ടത് വാങ്ങി, സ്നേഹം കൊടുത്ത്, ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമായാൽ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി തൻ്റെ റബ്ബിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾക്ക് സാധിക്കും. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുഅ്മിനുകളിൽ മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു പോയിട്ടുണ്ടാകാം. പലതിൻ്റെയും പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് അതെല്ലാം നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പരമാവധി നല്ലത് ചെയ്യാൻ, നന്മയുടെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും പ്രയാസപ്പെടുന്നവരുണ്ട്, ശാരീരികമായി രോഗം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗസയിലും ഫലസ്തീനിലുമൊക്കെ ഉള്ള ഹീനരോധനങ്ങൾ കേട്ട് ഹൃദയം മരവിച്ചു നിൽക്കുന്ന നമ്മൾ നമ്മുടെ ദുആകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു മരണപ്പെട്ടു പോയവർക്കെല്ലാം ഷഹീദിൻ്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക്, പോരാളികൾക്ക് അള്ളാഹു മനസ്സമാധാനം നൽകി, ധൈര്യം നൽകി, സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.